ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. രാവിലെ തന്നെ യൂണിഫോം ഇട്ട് കത്രകം പിടിച്ച് ഇസ എന്താ പറയുന്നത് എന്നല്ലേ? വരൂ കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കുട്ടി മാങ്ങാമരമുണ്ട്. അതിന് മേലെ ഒത്തിരി മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മാങ്ങ വളർന്നു കഴിയുമ്പോഴേക്കും മാങ്ങ വലുതാകുമ്പോഴേക്കും മാങ്ങ ചീത്തയായി പോകുന്നതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാങ്ങകൾ ഇങ്ങനെ എടുക്കുകയും ചെയ്യുക. ഒരു തവണ ഞാൻ എടുത്തു, കറിയിലൊക്കെ ഇടാനും ഉമ്മക്കൊക്കെ കൊടുത്തു, പിന്നെ അയൽവാസികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ തവണയാണ് ഈ മാങ്ങ. എല്ലാ വർഷവും മാങ്ങ ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മുടെ ഒരു കുഞ്ഞി തൈ വാങ്ങി വെച്ചതാണ്. അപ്പോൾ എല്ലാ വർഷവും ഇതേപോലെ മാങ്ങ നമുക്ക് പറിക്കാൻ കിട്ടാറുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. നമ്മുടെ പറമ്പിൽ നിന്ന് ഒരു കുഞ്ഞു മാവ് മരത്തിൽ നിന്ന് ഇത്രയും മാങ്ങകളൊക്കെ പറിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അല്ലേ? നമ്മൾ സ്വയം നട്ടുണ്ടാക്കിയ പച്ചക്കറി ആയാലും എന്ത് കാര്യമായാലും അതിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാനോ അല്ലെങ്കിൽ കറി വെക്കാനൊക്കെ എടുക്കാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. നിങ്ങളെല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ നിങ്ങൾക്കും മാങ്ങകളൊക്കെ പറിക്കാമല്ലോ അല്ലേ? വേറെ എന്തൊക്കെയാണ് ഗൈസ്? ഞാനപ്പോൾ മാങ്ങയൊക്കെ പറിച്ച് കൂട്ടുകയാണ്. നല്ല സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെ നമ്മളെ വീട്ടിൽ മുറ്റത്തുനിന്ന് നമുക്കിങ്ങനെ പറിക്കാനൊക്കെ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിയാണ്. ഇസ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നോമ്പുണ്ട്. ഹലോ ഗായ്സ്, നിങ്ങൾക്കൊക്കെ നോമ്പുണ്ടോ? നോമ്പ് 27 എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുത്തില്ലേ എല്ലാവരും? അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ വക അഡ്വാൻസ് ആയിട്ട് ഈദ് മുബാറക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, നമ്മളെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗായ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നമ്മുടെ ഈ മാംഗോ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മാംഗോ മരം. ബൈ.